ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. ഇനി നമുക്ക് സമയം കളയാതെ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടി പോകാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. മുഴുവനായ കുരുമുളകാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർക്കാം. 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഈ സമയത്ത് കഴുകി വെച്ച വൃത്തിയാക്കിയ 2 അയലയാണ് നമ്മൾ എടുക്കുന്നത്. അത് നന്നായി വരഞ്ഞു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് കൈ കൊണ്ട് നന്നായി അയലയിൽ പുരട്ടി കൊടുക്കാം. പുറംഭാഗവും ഉൾഭാഗവും നന്നായി മസാല പിടിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു 1/2 മണിക്കൂർ നേരം വേണ്ടി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്ത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അയല ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. മറച്ചിട്ട് കൊടുക്കാം. മീൻ ഫ്രൈ ചെയ്യുന്ന അത്രയും നമുക്ക് ഇതാവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2 ഭാഗം ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ 2 സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരു 10 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് കയ്യിലുകൊണ്ട് തന്നെ നന്നായി പ്രസ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി എന്ന് ചേർക്കാം. പച്ചമണം മാറുന്നതുവരേക്കും നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ പച്ചമണം എല്ലാം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 മുറി നാളികേരത്തിൻ്റെ 1/4 പാല് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നാളികേരത്തിൻ്റെ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് യോജിപ്പിച്ച ശേഷം നമുക്കിത് സ്റ്റൗ ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ വാഴയിൽ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ആദ്യം മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം വറുത്ത അയൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ മീനിൻ്റെ മുകൾ ഭാഗം മൊത്തം മസാല ഫില്ല് ചെയ്ത് ഈ വാഴൻ്റെ ഇല നമ്മൾ ചോറ് പൊതിയുന്ന മാതിരി നമുക്ക് ഈ വാഴൻ്റെ ഇലയും കൊണ്ട് തന്നെ നമുക്കിത് പൊതിഞ്ഞെടുക്കാം. വാഴൻ്റെ ഇല കുറച്ച് വലിപ്പം കുറവാണെന്ന് തോന്നുന്നു. സാരമില്ല, ഓക്കെ. ഇതേമാതിരി നമുക്ക് പൊതിഞ്ഞ് കെട്ടാം. അപ്പോൾ ഒന്ന് ഏറെക്കുറെ പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ മീനും കൂടി നമുക്ക് ഇതേമാതിരി പൊതിഞ്ഞെടുക്കാം. അപ്പോൾ 2 മീനും നമ്മൾ ഇതേമാതിരി പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. ഈ പൊതിഞ്ഞ് കെട്ടിയ മീന് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം നന്നായി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
മറ്റതും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗം ആയിട്ടുണ്ട്. നമുക്ക് ഒരു മീനിൻ്റെ കെട്ടഴിച്ച് നോക്കാം. മസാലയുടെയും അതുപോലെ ഇലയുടെ എല്ലാം മൊത്തത്തിലൊരു നല്ലൊരു മണമാണ് വരുന്നത്. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള അയലമീൻ പൊള്ളിച്ചത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേമാതിരി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അയല പൊള്ളിച്ചതാണിത്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. വേറൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.